1. Introduction to Trigonometry, exercise 8.1, question number 10. In triangle PQR, right angled at Q, PR plus QR is equal to 25 cm and PQ is equal to 5 cm. Determine the values of sin P, cos P, tan P. Okay, the ratio alla tannittulla. Munnella questions okka ratio ആയിട്ടാണ് തന്നിട്ടുള്ള. ഇവിടെ തന്നിട്ട് first thing is PR plus QR is equal to 25 തന്നിട്ടുണ്ട്. പിന്നെ ഒരു സൈഡും കൂടി തന്നിട്ടുണ്ട്. PQ is equal to 5 cm. ഓക്കെ, ഫിഗറിൽ ജസ്റ്റ് റഫായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് നെയിം ഇറ്റ് ആസ് PQR. Q റൈറ്റ് ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. Q റൈറ്റ് ആംഗിൾ ആയിട്ട് എടുത്ത് PQ ആണ് 5 cm. മറ്റേ രണ്ട് സൈഡിൻ്റെയും സമ്മാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് PR is equal to 25 minus QR എന്ന് എഴുതാം. One angle, one side in terms of other. തന്ന ഡേറ്റ വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇനി നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് ഈ സൈഡ്സ് കണ്ടുപിടിക്കണം. PRും QRും കണ്ടുപിടിക്കണം. അതിന് വേണ്ട ഡേറ്റയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് വിൽ യൂസ് പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത്? PR square is equal to PQ square plus QR square, hypotenuse square equal to sum of the squares of other two sides. Okay, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PRന് പകരം ഞാൻ 25 മൈനസ് QR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായിരുന്നു കിട്ടിയ ഇത് ഗിവൺ ഡേറ്റ. PR equal to 25 minus QR whole square equal to PQ നമുക്കറിയാം 5 square plus QR square. നമുക്ക് എന്ത് കിട്ടി? We got an equation with only one unknown. The unknown എന്താണ്? ഈ ഇക്വേഷനിൽ വെറും QR മാത്രം. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? QR കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഏത് ഫോമാണ്? 25 മൈനസ് QR എന്ന് പറയുന്നത് എന്ത് ഫോമാണ്? A മൈനസ് B the whole square. അപ്പോൾ നമ്മളത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം. ഇപ്പോൾ 25 സ്ക്വയർ എത്രയായി? 625 മൈനസ് 2 into 25 into QR, 2AB എന്ന് പറയുന്ന ടേം. 2 into 25 into QR, 2 into 25 എത്രയായി? 50 QR. ഓക്കെ, പ്ലസ് B സ്ക്വയർ എന്ന് പറയുന്ന QR സ്ക്വയർ. നമ്മൾ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി ചെയ്ത് A മൈനസ് B the whole square, algebraic ഐഡൻറ്റിറ്റി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയുള്ള? 25 സ്ക്വയർ is 25 പ്ലസ് QR സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനി നമുക്കിത് സോൾവ് ചെയ്തിട്ട് QR സ്ക്വയർ ഒക്കെ ഉണ്ട്. പക്ഷേ QR സ്ക്വയർ എന്താവും? QR സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ QR സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ QR സ്ക്വയർ മൈനസ് QR സ്ക്വയർ ആവും. അപ്പോൾ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഇനി എന്താ ഉള്ളത്? 625 QR സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് QR സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ 50 QR സ്ക്വയർ. QR ഈ 15 അപ്പുറത്തേക്ക് എടുത്ത് 25 ഇപ്പുറത്തേക്ക് എടുക്കാൻ വന്നത്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും സ്വാപ്പ് ചെയ്യുന്നത് QR ഈക്വൽ ടു എന്ന് എഴുതാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ 625 goes to the other side. അപ്പോൾ മൈനസ് 25 ആയി. 625 മൈനസ് 25 എന്താണ്? 600 ആണ്. ഓക്കെ, 50 QR is equal to 600 ആയി. QR is equal to 600 divided by 50 ചെയ്തു. ഈ 0 നമുക്ക് ഒഴിവാക്കാം. അപ്പം എന്താ കേട്ടാ? 5 12s are 60, 12 സെൻറ്റിമീറ്റർ കിട്ടി. ഒരു സാധനം കിട്ടി അല്ലേ? QRനെ കിട്ടി. QR is 12 സെൻറ്റിമീറ്റർ. ഇനി എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കും? നമുക്കൊരു സൈഡും കൂടി ബാക്കിയില്ലേ? PRനെ കണ്ടുപിടിക്കണം. PRനെ കണ്ടുപിടിക്കാൻ എന്ത് ഉപയോഗിക്കാം? നമുക്കിവിടെ റിലേഷൻ ഉണ്ടല്ലോ. PR is equal to 25 മൈനസ് QR നമ്മൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ? അപ്പം 25 മൈനസ് 12 എഴുതാൽ മതി. 25 മൈനസ് 12 എത്രയും 13. അപ്പോൾ 13 സെൻറ്റിമീറ്റർ. 3 സൈഡും കിട്ടി. അതായി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത് നോക്കാം.
കുറേ സാധനങ്ങൾ ചോദിച്ചില്ല അല്ലേ. സൈൻ പി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സൈൻ പി. സൈൻ പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സൈൻ പിൻ്റെ റേഷ്യോ എന്താ? ഓക്കെ, ഇതൊന്ന് കണ്ടുപിടിക്കുക അല്ലേ. സൈൻ പി, സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പി ആംഗിൾ ഇവിടെയല്ല, പിൻ്റെ ഓപ്പോസിറ്റ് ആരല്ല? ആർ ക്യൂ. ആർ ക്യൂ ഡിവൈഡഡ് ബൈ ആർ ക്യൂ ക്യൂ ആർ ഡിവൈഡഡ് ബൈ പി ആർ. ആർ ക്യൂ എത്രയാണ്? 12/30. ദാറ്റ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് എന്താ വെച്ചിട്ടുള്ളത്? കോസ് പി. കോസ് പി എന്താണ്? കോസ് പി എന്ന ആംഗിൾ, പിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സൈഡ്, അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അഡ്ജസൻ്റ് പി ക്യു ഐ ഡിവൈഡഡ് ബൈ പി ആറും ചെയ്തു. അപ്പോൾ പി ക്യു ബൈ പി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5/13. ഫിഗർ നോക്കിയിട്ട് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ടാൻ പി. what is tan? Tan theta is opposite by adjacent. Opposite of angle P ആരാണ്? RQ1 by PQ. That is equal to 12/5. ആൻസർ ചെയ്ത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.